Welcome back to a new video lecture, and here we discuss a very new topic, and that is regarding fault. The previous section we already started with the discussion of fault. Okay, so due to the stresses, rocks may bend or get fractured. Okay, നമുക്ക് already നമ്മൾ കണ്ടൊരു പോയിന്റ് ആണ് external or internal forces develop ചെയ്തു കഴിഞ്ഞാൽ റോക്സിനകത്ത് some changes will happen and it can be lead to bend or either to fracture. Fracturing, when the rocks are brittle when stress is shearing, fractures along which there has been relative movement of the block past each other are termed as fault. So here you can observe the diagram also very clearly. അതായത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു റോക്ക് പീസ് എടുക്കുക, അതിനകത്ത് ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ രണ്ട് പാർട്സ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിനെയാണ് നമ്മൾ ഫോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഫോൾട്ടിനകത്ത് കണ്ടത് എന്തായിരുന്നു? ബെൻഡിങ്ങോ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കർവേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന കേസായിരുന്നു നമ്മൾ ഫോൾട്ടിനകത്ത് കണ്ടത്. ഇതിനകത്ത് അല്ലെങ്കിൽ ഫോൾട്ടിനകത്ത് നമ്മൾ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ദ ബ്ലോക്സ് ആയിരിക്കും. Faulting, the process of development of fractures and displacement of the blocks against each other. അപ്പം ആ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് faulting. Tectonic process, few centimeters to hundreds of kilometers displacement. Okay, so here you can observe the diagram, and here also you need to study about the different parts of fault. Okay, so let us discuss about the parts. First one is fault plane, the planar surface of fracture along which റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബ്ലോക്സ് ടേക്സ് പ്ലേസ്. അപ്പം ഏതൊരു പ്ലെയിനിൽ കൂടിയാണ് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്, അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് ഫോൾട്ട് പ്ലെയിൻ. ഓക്കെ, ഇഫ് നോട്ട് പ്ലാനാർ ഇറ്റ് ഈസ് എ ഫോൾട്ട് സർഫസ്, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ് ഓർ ഹൊറിസോണ്ടൽ. അപ്പം ഈ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഫോൾട്ട് പ്ലെയിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും. വെർട്ടിക്കലോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആവാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആവാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിപ്പ് ആൻഡ് ഹെയ്ഡ്. The inclination of the fault with the horizontal as measured in a vertical plane. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ആയിരിക്കും നമ്മൾ ഡിപ്പ് എന്ന് വിളിക്കുകയും, എന്നാൽ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ആയിരിക്കും ഹെഡ് എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. ആംഗിൾ ദാറ്റ് ഫോൾട്ട് മേക്സ് വിത്ത് ദ വെർട്ടിക്കൽ ആയിരിക്കും ഹെഡ്. The waltzes, the fracture divides and displaces the rock into two on either sides of the fault. These two blocks are the walls of that particular fracture, hanging wall and foot wall. So here you can observe that hanging wall and foot wall also here. Okay, and the hanging wall, the faulted block lying on the upper surface of fault plane, and the foot wall, faulted block lying on the under surface of fault plane. അതായത് നമുക്കറിയാം ഈ പറഞ്ഞ ഫോൾട്ട് എന്ന് പറയുന്ന ഫിനോമിനൽ, ഈ ഫോൾട്ടിങ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് മീൻസ് റിലേറ്റീവ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ രണ്ട് സൈഡിലേക്ക് രണ്ട് പാർട്സസും മൂവ് ചെയ്യുന്നു. അപ്പം അതിനകത്ത് ഒരു സെക്ഷനെ വിളിക്കുന്നതാണ് ഫുട് ബോളും, അതുപോലെ മറ്റു സെക്ഷനെ വിളിക്കുന്നതായിരിക്കും ഹാങ്ങിങ് ബോളും. ദെൻ ഫോൾട്ട് സോൺ, സ്മോൾ റീജിയൻ വിത്ത് എ ഡെഫിനിറ്റ് തിക്നെസ് ഹാവിങ് ന്യൂമറസ് ക്ലോസ്ലി പ്ലേസ്ഡ് പാരലൽ ഫ്രാക്ചേഴ്സ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഫോൾട്ട് സോൺ. അതായത് ആ ഫോൾട്ട് നടക്കുന്ന മീൻസ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്ന ആ റീജിയന് പറയുന്ന ഒരു കേസാണ്. ദെൻ ഷിയർ സോൺ ഓൺ ദ സോൺ ഓൺ ഈതർ സൈഡ്സ് ഓഫ് വിച്ച് മേജർ ഫോൾട്ടിംഗ് ഹാസ് ടേക്കൺ പ്ലേസ്. ഓക്കെ, then another important feature, that is slip, relative displacement of 2 points as measured along the fault plane on the base of direction, strike slip, dip slip, oblique slip. ഇതിൻ്റെ ഡയഗ്രാംസും കാര്യങ്ങളും കൂടെ കാണുമ്പോൾ വളരെ ക്ലിയർ ആവും ഏത് ഡയറക്ഷനാണ്. ഇപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ബിഫോർ ഫോൾട്ടിങ്ങിൻ്റെ കേസാണ്, ഡിസ്പ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തെ കേസ്, അപ്പം സ്ട്രൈക്ക് സ്ലിപ്പ് എന്നായിരിക്കും നമ്മൾ ഈ ഒരു കേസ് പറയുന്നത്. മൂന്നാമത്തെ കേസ് ഡിപ്പ് സ്ലിപ്പ് എന്നായിരിക്കും. നാലാമത്തെ കേസ് ഒബ്ലിക് സ്ലിപ്പ് എന്നായിരിക്കും. അപ്പം 4 കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഇപ്പം സ്ട്രൈക്ക് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് സ്ട്രൈക്കിൻ്റെ അതേ ഡയറക്ഷനിൽ സംഭവിക്കുന്ന കേസാണ്. ഡിപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അലോങ് ഡിപ്പ് ആയിരിക്കും. ഒബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഒബ്ലിക്ക് ടു ബോത്ത് ദ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, next one is separation, the distance between two parts of the faulted bed or layer of rock which were formerly in contact with each other. സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് ഫോൾട്ടഡ് ബെഡ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അതിനകത്ത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസസ് ആണ് ത്രോയും അതുപോലെ ഹീവും. വെർട്ടിക്കൽ കമ്പോണൻ്റ് ഡിപ്പ് സെപ്പറേഷൻ ആണെങ്കിൽ ത്രോ എന്ന് പറയുകയും ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഹീവ് എന്ന് പറയുകയും ചെയ്യും. Then silicon side, the surface that bear a clear evidence of frictional
റബ്ബിങ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഡ്യൂറിങ് ഫോൾട്ട്. അതായത് ഈ ഫോൾട്ടിങ് സംഭവിക്കുമ്പോൾ ഏത് സർഫസിലാണോ ഈ പറയുന്നൊരു ഫ്രിക്ഷണൽ മീൻസ് ടച്ച് വരുന്നത് ആ ഒരു കേസിനെ പറയുന്നതാണ് മനസ്സിലായി പോളിഷിംഗ് ഗ്രൂസസ് ഓർ striations on the surfaces. Then gouge and fault brissia. Faulting produces crushed materials is gouge. Finally, pulverized clay-like powdered rock metal near faulted zone. Then fault brissia, crushed angular fragmented material produced during fault. അപ്പോൾ faulting happen ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു കേസിനെ പറയുന്നതാണ് ഗേജ് ആൻഡ് ഫോൾട്ട് ബ്രിസിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ ഓക്കെ ഫോൾട്ടിംഗ് പ്രൊഡ്യൂസ് ക്രഷ്ഡ് മെറ്റീരിയൽസ്. അപ്പം അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ നേച്ചർ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഓൾറെഡി വി ഗോ ത്രൂ ദോസ് ടേംസ്. ദെൻ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഫോൾഡിൽ കണ്ടതുപോലെ തന്നെ അടുത്ത കേസാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ആസ് ബേസിസ്. ഓക്കെ, മൂവ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മളെങ്ങനെ ക്ലാസിഫൈ ചെയ്യുക? ഫസ്റ്റ് വൺ ഈസ് നോർമൽ ഫോൾട്ട്. Hanging wall has apparently moved down with respect to foot wall. നമുക്കറിയാം ഫുട് ബോളിൻ്റെ കേസും ഹാങ്ങിങ് വോളിൻ്റെ കേസും നമ്മൾ ഓൾറെഡി ആ ടേം കണ്ടിരുന്നു. അപ്പം നോർമൽ ഫോൾട്ടിൻ്റെ കേസാണ് പറയാൻ പോകുന്നത്. നോർമലി സംഭവിക്കുന്നത് അതായത് രണ്ട് ബ്ലോക്ക്സ് മീൻസ് ഒരു ബ്ലോക്ക് സെപ്പറേഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിന് പറയുന്നതാണ് ഈ പറയുന്നത് നോർമൽ ഫോൾട്ട് എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ് കുഡ് ബി എനി വേ ജസ്റ്റ് ദാറ്റ് ഹാങ്ങിങ് ബോൾ സ്റ്റാൻഡ്സ് അറ്റ് എ ലോവർ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഫുട് ബോൾ. Then host and carbon. Two normal faults appear on either sides of a central wedge. It gets uplifted. അപ്പോൾ ഈ ഡയഗ്രത്തിൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏറ്റവും സെൻട്രലുള്ള പോർഷൻ ഏറ്റവും മുകളിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് താഴേക്കായിരിക്കും. ദെൻ വെർട്ടിക്കൽ ഫോൾട്ട് പ്ലെയിൻ ഇസ് വെർട്ടിക്കൽ. ഓക്കെ, ദെൻ റിവേഴ്സ് ഫോൾട്ട്. The hanging wall appears to have moved up with respect to the foot wall. Okay, hanging wall മുകളിലേക്ക് പോകുന്ന വിത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥ അതാണ് റിവേഴ്സ് ഫോൾട്ട്. ദെൻ എക്സാമ്പിൾസ് ഹിമാലയൻ മൗണ്ടൻസ്. ദെൻ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. ദ ഫോൾട്ട് ബ്ലോക്സ് ഹാവ് ബീൻ മൂവ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റിങ്യൂ ലാറ്ററൽ ഡയറക്ഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രൈക്ക് സ്ലിപ്പിൻ്റെ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ളൊരു ഡയറക്ഷൻ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. ദെൻ ഹിഞ്ച് ഫോൾട്ട്, ഏതെങ്കിലും ഒരു പോയിന്റിൽ കിടന്ന റൊട്ടേഷനോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു കേസസ് ആണ് ഹിഞ്ച് ഫോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമൽ ഫോൾട്ട് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, സ്ട്രൈക്ക് സ്ലിപ്പ് ഉണ്ട്, ഡയറക്ഷനും കാര്യങ്ങളും ഒന്ന് നോക്കിക്കോളുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് attitude of fault as basis. So based on the attitude, how the classification. Attitude, strike and dip of fault and the disrupted rock is the basis. So നമ്മൾ attitude എന്താണെന്ന് കണ്ടു. അതിൻ്റെ മെയിൻ രണ്ട് ടേംസസ് ആണ് സ്ട്രൈക്ക് ആൻഡ് ഡിപ്സ്. അപ്പം സ്ട്രൈക്കിൻ്റെയും അതുപോലെ തന്നെ ഡിപ്പിൻ്റെയും ബേസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? സ്ട്രൈക്ക് ഫോൾട്ട് ഡെവലപ്ഡ് പാരലൽ ടു ദ സ്ട്രൈക്ക് ഓഫ് ദ സ്ട്രാറ്റ. സോ സ്ട്രൈക്ക് ഫോൾട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രൈക്കിന് പാരലായിട്ട് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ സ്ട്രൈക്ക് ഫോൾട്ട്, അതുപോലെ തന്നെ ഡിപ്പിന് പാരലായിട്ടാണെങ്കിൽ ആ കേസിനെ വിളിക്കുന്നതായിരിക്കും ഡിപ്പ് ഫോൾട്ട്. ഒബ്ലിക്ക് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഡയഗണൽ ഫോൾട്ട്സസ് ആയിരിക്കും. ഡയഗണൽ ഷേപ്സിൽ അല്ലെങ്കിൽ ഡയഗണൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള കേസിനായിരിക്കും ഒബ്ലിക്ക് ഫോൾട്ട് എന്ന് പറയുന്നത്. ഫോൾട്ട് സ്ട്രൈക്ക് മേക്സ് എൻ ഒബ്ലിക്ക് ആംഗിൾ വിത്ത് ദ സ്ട്രൈക്ക് ഓഫ് ദ റോക്ക്. സോ ഇറ്റ് മേക്സ് an angle an oblique angles. Okay, then next one is slip as basis. അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ ഡയറക്ഷണൽ സ്ലിപ്പിൻ്റെ ബേസിലായിരിക്കും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. നെറ്റ് സ്ലിപ്പ് ഈസ് എസെൻഷ്യൽ പാരലൽ ടു ദ സ്ട്രൈക്ക് ഓഫ് ദ ഫോൾട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈഡ്ലി ഡെവലപ്ഡ് ഫോൾട്ട്. അപ്പം വളരെയധികം ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു കേസാണ് പറഞ്ഞ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടിൻ്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ട്. നെറ്റ് സ്ലിപ്പ് പാരലൽ ടു ദ ഡിപ്പ് ഓഫ് ദ ഫോൾട്ട്. ആദ്യത്തെ സ്ട്രൈക്കിന് പാരലാണെങ്കിൽ ഈ ഒരു കേസിൽ സെക്കൻഡ് കേസിൽ ഡിപ്പിന് പാരലായിരിക്കും. ദെൻ ഒബ്ലീക്ക് ഡയറക്ഷൻ ഓഫ് നെറ്റ് സ്ലിപ്പ് ഈസ് നീദർ പാരലൽ ടു ദ ഡിപ്പ് ഓർ സ്ട്രൈക്ക് ബട്ട് ഇൻക്ലൈൻ ടു ബോത്ത്. രണ്ടിനും ഇൻക്ലിനേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയഗ്രത്തിൽ നിന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഡിപ്പ് സ്ലിപ്പ് സ്ട്രൈക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. ഡയഗ്രംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് ഒക്കറൻസ്. ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മീൻസ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്സ് പാരലൽ ഫോൾട്ട്, ഇൻക്ലൈൻ ഫോൾട്ട്, പെരിഫറൽ ഫോൾട്ട്, റേഡിയൽ ഫോൾട്ട്.
ഓരോന്നിൻ്റെ ഡയഗ്രാംസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ പാരലൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഫോൾട്ട് ഒക്കറിങ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി സ്ട്രൈക്കിംഗ് സെയിം ഡയറക്ഷൻ പാരലൽ ആൻഡ് ഈക്വൽ ഡിപ്സസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ഓഫ് സ്മോൾ സൈസ്ഡ് ഫോൾട്ട് ദാറ്റ് ഓവർലാപ്പ് ഈച്ച് അതർ. ഒന്നിൻ്റെ മുകളിലായിരിക്കും ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ദെൻ പെരിഫറൽ വെൻ മജോറിറ്റി ഓഫ് ഫോൾട്ട്സ് ആർ കോൺസ്റ്റന്റ് അലോങ് ദ ബോർഡർ ഓർ മാർജിൻ ഓഫ് ദ ഏരിയ. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡർ റീജിയനിലേക്ക് ഈ പറഞ്ഞ ഫോൾട്ട് ഡെവലപ്പ് ചെയ്യുന്ന പെരിഫറൽ എന്ന് പറയുന്നത്. റേഡിയൽ ഗ്രൂപ്പ് ഓഫ് ഫോൾട്ട് ദാറ്റ് അപ്പിയർ എമർജിങ് ഔട്ട്വേർഡ്സ് ഫ്രം എ കോമൺ സെൻട്രൽ. അതായത് ഒരു സെൻട്രൽ റീജിയനിൽ നിന്ന് ഫോൾട്ട് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ദെൻ നമുക്ക് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. മാർക്ക് ദ സൈറ്റ്സ് വെർ ഡിസ്ലൊക്കേഷൻ ഓഫ് ഗ്രൗണ്ട് ഹാസ് ഒക്കേർഡ്. Engineer has to consider the effect of faulting on rocks in the region site, especially strength consideration of foundational roof, effect of past faulting on the usability of rocks, safety consideration, future faulting, factor of safety required. അപ്പം ഏതെങ്കിലും കേസിൽ നമ്മൾ ഈ പറയുന്ന പോലെ സർഫസിൽ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഫോൾട്ടിനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അത് ഇതിൻ്റെ വളരെ വലിയൊരു മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഫോൾട്ടിങ് കോസ് ഷിയറിംഗ് ആൻഡ് ക്രഷിംഗ് ഓഫ് റോക്സ്. അപ്പം ഫോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഡെവലപ്പ് ചെയ്യുന്ന റീജിയൻ ആണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ റോക്സസ് കാര്യങ്ങൾക്കൊക്കെ ഷിയറിംഗ് അതുപോലെ ക്രഷിംഗ് കാര്യങ്ങളൊക്കെ സംഭവിക്കാം. റോക്സ് ബിക്കം വീക്ക്, അൺസ്റ്റേബിൾ, പോറസ് ആൻഡ് പെർമിബിൾ. ഫോൾട്ടഡ് റോക്സസ് ഫോം വീക്ക് ഫൗണ്ടേഷൻസ് ആൻഡ് അബട്ട്മെന്റ്സ് ഫോർ ഡാംസസ്. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതായത് പിന്നീട് അത് തകർന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സൊല്യൂഷൻ: അസർട്ടൻ ദ പ്രസൻസ് ഓഫ് ഫോൾട്ട് ആൻഡ് എഫക്റ്റ് ഓഫ് ഫോൾട്ട്സ് ഓൺ ദ റോക്സ്, അസസ് ദ സേഫ്റ്റി ഓഫ് സ്ട്രക്ചേഴ്സ് ബൈ സ്റ്റഡിങ് ദ ടെക്ടോണിക് ഹിസ്റ്ററി ഓഫ് ദ ഏരിയ, ഇൻക്ലൂഡ് പ്രോപ്പർ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ആ സ്ഥലത്തിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക, ഫോൾട്ടുള്ള റീജിയൻ ആണോ എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഫോൾട്ടുകളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ബേസിക് ഈ പറയുന്ന ഫോൾട്ടിൻ്റെ ഒരു സ്റ്റഡി. അതായത് നമ്മൾ കണ്ടു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ട് പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളിലുമാണ് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അത്രയാണ് നമ്മൾ ഫോൾട്ടിൻ്റെ കേസിൽ സ്റ്റഡി ചെയ്തത്. സോ ഐ ഹോപ്പ് ദ സെക്ഷൻ ക്ലിയർ ആൻഡ് ഇറ്റ് ഈസ്